അവർ കാര്യം കൂടുതൽ ചർച്ചയുടെ ആവശ്യമുണ്ടാവില്ല. ഒരു വിജനമായ സ്ഥലത്ത് ചെന്നുപെട്ടാൽ ജിന്ന് സഹായിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം അത് ലൈഫാണ്. മാത്രമല്ല ഒരു തെളിവുകൊണ്ടില്ലാത്താണ് അവരെ അടുത്തൊരെണ്ണാക്കി ജിന്നിനോട് വിജനമായ സ്ഥലത്ത് അത് ക്ലിയറാക്കിയിരിക്കണം. അതൊരു തിരുത്താണ്. അത് എഴുതണം. ഒരാവശ്യമില്ലാത്ത ഒന്ന് മറ്റേ മൂലക്കലെ മഴയുള്ള അത് പറയാതെ കണ്ടു മനുഷ്യന്മാരുടെ തൗഹീദിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് വിജനമായ സ്ഥലത്ത് എത്തുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് അഗിസ്നി എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഒരാള് കൊണ്ടോട്ടിന്ന് വളരെ ഉത്തരവാദപ്പെട്ട ഒരാളിനോട് വിളിച്ച് പറഞ്ഞു, പിന്നെ വിജനമായ സ്ഥലത്ത് ഞാൻ ഒരാളില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ എന്നെ എന്താണ് ഈ വാചകമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അതിൽ ജിന്ന് പെടാം, ഇൻസ് പെടാം, മലക്ക് പെടാം. അവർ സഹായിച്ചാൽ ആ ആളുകളിനോട് ഞാനുള്ള എന്റെ വിളിച്ചു തേട്ടം തൗഹീദിന് എതിരാവുകയില്ല എന്ന് ഇപ്പൊ പറഞ്ഞാൽ അത് മുവഹിദീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലേ എന്നാണ് ചോദ്യം. നമ്മളെ ഉത്തരം എന്തായി? യഥാർത്ഥത്തിൽ ഈ വിളിച്ചു തേടുന്ന ആളുടെ മനസ്സിനനുസരിച്ച് ഈ പരിസരത്ത് എവിടെയെങ്കിലും എനിക്ക് ഒച്ചയേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കട്ടെ എന്നാണ് അയാൾ മനസ്സിൽ മറ്റേ നേരത്തെ ചോറ് വാങ്ങുന്നത് പാടില്ല, പക്ഷെ തിന്നാം. മനുഷ്യരോട് പറയാൻ പറ്റില്ല. അതിൽ ഇസ്തിഹാസ ഇല്ലാന്നാണ് ഉണ്ടെങ്കിലൊക്കെ എഴുത്തിൽ മുഴുവൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തീരുമാനാക്കാൻ പ്രയാസം. അതിനെ മാത്രമല്ല നമ്മൾ ഒരുപാട് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നു. ശരിയാണ്, അതന്നെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കർലാസനുണ്ട്, ഞാനത് നിലനിൽക്കുകയില്ല. കുറച്ചൊക്കെ ബുദ്ധിയും സാമാന്യമായ ചിന്തയും കാര്യങ്ങളൊക്കെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ രാവിലെ മുതലേ ഇരുന്ന് ഇവിടെ ഇതുവരെ എത്തി ഒരു കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണ്ടാത്ത ഒരു ബാത്തിലാക്കുന്ന ഒരു കാര്യം വാദിട്ട് നടക്കണ്ട. നിങ്ങൾക്ക് വാദമുണ്ടോ? അതെ, ചർച്ച നമുക്ക് വേറെ നമ്മളെ ജമിയത്തിലെ 10 കോടിയുള്ള ആളാണ്. ഇതുപോലും ഈ ഒരു സെന്റൻസ് പോലും ജനങ്ങൾക്ക് ഭയങ്കര തെളിവാണ് കിട്ടിയത്. കാരണം ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മലക്കുകളോടോ ശക്തികളാണ് അവരോട് സഹായം നേടാൻ പാടില്ല ചിരിക്കാൻ മലക്കുകളോടോ ശക്തികളാണ് അവരോട് സഹായം നേടാൻ പാടില്ല ചിരിക്കാൻ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ ശിർക്കില്ല അങ്ങനെ പറയാൻ സഹിയാണ് തെറ്റിദ്ധരിച്ചിട്ട് അവർ ചെയ്ത തെറ്റ് തന്നെയാണ്. അയാളുടെ മനസ്സിൽ മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഒരാളുടെ നല്ലൊരു മുഖാഹിദാണ് മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഒരാളുടെ നല്ലൊരു മുഖാഹിദാണ് മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഇതിനോട് ചായം തരുന്നത് ചിരിക്കാൻ ജിന്നുകളോട് സഹായം തരുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. സക്കരിയ സലാഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടില്ല എന്ന വാദക്കാരനല്ല ഞാൻ. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന വാദക്കാരൻ. അദ്ദേഹത്തോട് തന്നെ പലതവണ വ്യക്തിപരമായി ഞാനത് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ നേതൃത്വത്തിന് തന്നെ അറിയാം. അതിന്റെ പുറമെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മുമ്പ് കുവൈത്തിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ കാരണം ഇനി കുവൈത്തിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിരുന്നു. എല്ലാ സ്റ്റിയറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളേറ്റ് ജാമിയൽ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു. ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാനും ഉണ്ട്, തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളുണ്ട്, അയാളും ഉണ്ട്. അയാൾ പറയാം, സക്കരിയാക്ക് അങ്ങനെ ഇവിടെ വേറെ സലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സക്കരിയക്ക് വേറെ പോകാം, സക്കരിയ വേറെ പോയിക്കോ, എന്നിട്ട് അതിനെ പറ്റി ആളെയും കൂട്ടിക്കോ. ഇവിടെ ഈ ഒരു സെറ്റപ്പാണ്, ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ. എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ.
അത് നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോൾ സംഘടന ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. നമ്മൾ സക്കരിയാനെ വയ്ക്കോ നമ്മളെ വയ്ക്കും. വെറുതെ മസലത്തെ അരച്ച ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ 5 മാസം, അത് സെപ്റ്റംബർ 8 പറയുന്നത്, മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി 1 കൊല്ലം തികയുന്ന അപ്പോഴായി പറയണത് പൊയ്ക്കോ. കാരണം ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി, ആളൊക്കെ ഏതാണ്ട് കൂടി, ജാമിയൽ ഹിന്ദൊക്കെ ആയി, ഇനി സക്കരിയാനെ വയ്ക്കുക, നമ്മളെ വയ്ക്ക് പോവാം. പിന്നെ ഞാനതിൽ പിടിച്ചു നിന്നു. നിങ്ങൾ പിടിച്ചിക്കണ്ട കുറച്ചും കൂടി, അതായത് പുറത്താക്കോളം. ഒരു യോഗം കൂടി 35-നെതിരെ 36 വോട്ടുകൾക്ക് സക്കരിയ സലഹിനെ പുറത്താക്കി എന്ന് പറയോളം നിന്നില്ല. അതാ പിന്നിക്കുള്ളത്.